BJP NDAയുടെയും BJP NDA പിന്തുണച്ച 30 ലക്ഷം വോട്ടർമാരുടെയും പേരിൽ അങ്ങേ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കേന്ദ്രമാണ്. ഈ സഭ അങ്ങേ സ്പീക്കറായി തിരഞ്ഞെടുത്തു. നിയമസഭയിൽ ശരിയായ ജനാധിപത്യ പ്രവർത്തനത്തിന് സ്പീക്കറാണ് ഉത്തരവാദിത്വം. ഇത് വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. അവർ പ്രതീക്ഷിക്കുന്നത് ഈ സഭ ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഒരു നല്ല ഭാവി സൃഷ്ടിക്കാം എന്നാണ്. വികസനവും അവസരങ്ങൾ ഉള്ളൊരു നിറഞ്ഞൊരു ഭാവി. ഈ മഹത്തായ സഭയ്ക്കും എല്ലാ അംഗങ്ങൾക്കും ചർച്ച ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മെച്ചപ്പെട്ട ഒരു വികസിത കേരളം നമുക്ക് എല്ലാവർക്കും സൃഷ്ടിക്കാം. ഞങ്ങളുടെ ഒറ്റൊരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും പങ്കെടുക്കാൻ അനുവദിക്കണം. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളെല്ലാം അനുവദിക്കണം. പുതിയ MLA-മാരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സഭയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ വികസിത കേരളത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംഭവിച്ചുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ വേദിയായി പലപ്പോഴും മാറാറുണ്ട്. സർ, അങ്ങേപോലെ സീനിയർ മോസ്റ്റായ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പാർലമെൻ്ററി പ്രൊസീഡിങ്സിന് പ്രാധാന്യം നൽകി ആ നിലയിലേക്ക് നമ്മുടെ ചർച്ചകളുടെ നിലവാരം ഉയർത്താൻ സാധിക്കും. അങ്ങേക്കൊണ്ടത് സാധിക്കും എന്ന് ഉത്തമ വിശ്വാസത്തിൽ തന്നെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിർത്തട്ടെ സർ.